ഇനി ഞാൻ പറയട്ടെ, എന്റെ പൊന്നു മെർലിനെ, ഇന്നത്തെ ദിവസം വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പൊ നിനക്ക് ഇന്നത്തെ ദിവസം തന്നെ പോകണമെന്ന് അത്ര നിർബന്ധമുണ്ടോ? ഞാനാണെങ്കിൽ കാത്തിരുന്നൊരു ദിവസമാണിന്ന്. അത് എന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ, എന്റെ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്കൊരു ദിവസം വേണ്ടി മെർലിനെ. അപ്പൊ പിന്നെ താനിന്ന് പോകണ്ട. പോകണ്ടെന്നല്ല, പോകാതിരുന്നു നാളെ കൂടെ. ചക്കച്ചില്ല മുത്തല്ല തേങ്ങ പാഴേ. ആ ശരി, താൻ പൊക്കോ. അയ്യോ അല്ലല്ല, പൊക്കോ പൊക്കോ പൊക്കോ. അയ്യോ പൊക്കോ, ആ തിരിച്ചോണ്ട് പറഞ്ഞു പോരെ. ശരി ശരി. ഓ ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്തേ മോനെ അളിഞ്ഞിരിക്കണേ? ഒന്നുമില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് ഒന്നാണ് പരിപാടി. തേങ്ങ ടൂറ് പോയി. ആര് മെർലിനാ? നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നിനക്ക് പ്രേമിക്കാൻ അറിയാൻ പാടില്ല. അതറിയുമായിരുന്നെങ്കിൽ മെർലിൻ ഇപ്പൊ പോത്തില്ലായിരുന്നു. അതെ അമ്മായി, അമ്മയുടെ ചോദിച്ചു നോക്കുക. അല്ല അമ്മായി, എടേ പൈസ ആണെങ്കിൽ എന്റെ 5 പൈസ ഇല്ല, എന്റെ അടുത്ത് ചോദിക്കണ്ട. എടോ കാശിന്റെ കാര്യം അല്ലടോ. പിന്നെ അല്ല, ഞാൻ പറയായിരുന്നേ ഇവര് പ്രേമിക്കാൻ അറിയാൻ പാടില്ലാന്ന്. ഓ, അത് ഇവന് കൊഞ്ചാനും കൊഴിയാനും മാത്രല്ലേ അറിയാവൂ. ചുമ്മാ ആച്ചിലൊന്നും പറയല്ല കേട്ടാ. എന്റെ ആത്മാർത്ഥ പ്രണയത്തിനെ ചുമ്മാ ആച്ചില്ലാത്ത രീതിയിൽ വളച്ചൊടിക്കില്ല. അല്ല, എന്താണ് പെട്ടെന്ന് പ്രണയം പ്രേമം? വാലന്റൈൻസ് ഡേക്ക് അല്ലേ മെർലിൻ ചേച്ചി ടൂർ പോയി. ഓ അതായിരുന്നു. അയ്യോ, ഇന്നാണോ വാലന്റൈൻസ് ഡേ? എന്താടി എന്റെ ശിവ, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിക്കണ്ട. ആ ഷിബു റോക്സ് അവിടെ എവിടെങ്കിലും കാണും. എന്റെ ദൈവമേ, എന്റെ ഷിബുവായിട്ട് നല്ല പറ്റിയൊരു ഗിഫ്റ്റ് എനിക്ക് തന്നാ മതിയായിരുന്നു. അല്ല മായി, അവനെല്ലാം ഓർമ്മയുണ്ടോ? എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുകയും ചെയ്യും. അവനെ കള്ളൻ കേട്ടല്ലോ കേശു. അതൊക്കെ തന്നെ ഞാനും സിദ്ധു. ഞങ്ങൾ ഇന്നൊരു പൊളിക്കും. നീ ഇവിടെ മുങ്ങിക്കൊണ്ട് ഇവിടെ ഇരുന്നോ. എന്താണ് എല്ലാരും കൂടെ ഒരു ചർച്ച? അതെന്താന്നറിയോ? അതൊന്നുമില്ല. യു വെയിറ്റ് ഹിയർ, ഇപ്പൊ വരാം. എന്താണ്? എന്നാ ഹാപ്പി വാലന്റൈൻസ് ഡേ. വിടി. താങ്ക്സ്. ഷർട്ട് ഒമി. യെസ്. ലച്ചുസേ, നീ എന്നെ ഞെട്ടിച്ചളഞ്ഞു കേട്ടാ. പിന്നെ എന്നെ ഞെട്ടിക്കും. എങ്ങനെ? ഗിഫ്റ്റ് തന്ന്. എന്റെ ഗിഫ്റ്റ് എവിടെ? അയ്യോ, സത്യം പറഞ്ഞ ഇന്ന് വാലന്റൈൻസ് ഡേ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എന്റെ പൊന്നളിയാ, ഇവിടെ കിടന്ന് ഇത്ര നേരം എന്തിനൊക്കെ ആയിരുന്നു തള്ളത്തറിയൂ. എടാ എന്തായിരുന്നു കുഴപ്പമായ? അളിയാ പ്രശ്നം ആവുമോന്നോ? അളിയന്റെ കഞ്ഞി ഓടി ഇന്ന് മുട്ടും. അളിയെ കുഴപ്പമായ? പിന്നെ ഇത്ര നേരം ചേച്ചി ഇവിടെ കിടന്ന് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നേന്ന് അറിയോ? ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ അടിച്ച് പൊളിക്കും, സിദ്ധുവിനെ ഞെട്ടിക്കും എന്നൊക്കെയാണ് തള്ളിക്കൊണ്ടിരുന്നത്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? പിന്നെ ഇല്ലേ, പറഞ്ഞില്ലേ അമ്മായി? ഇല്ലേ? എന്നാലും ആളിയ മണ്ടെന്നെ കേട്ടോ, രാജമണ്ടായി. എന്നെ പൊന്നടിയാ, നൈസിൽ ചേച്ചിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ, നിന്നെ കൊണ്ടുള്ള സർപ്രൈസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് സെറ്റ് ചെയ്യാൻ തുടങ്ങിയാ പോരായിരുന്നാ? ആ സമയത്ത് അങ്ങനൊന്നും ഐഡിയ വന്നില്ലടാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ എന്തോ ചെയ്യുന്നുള്ള ഒന്നും ചെയ്യാനില്ല, അത് കഴിഞ്ഞു. അളിയാ എന്താടാ? തങ്കുമായി പോയി. എനിക്ക് സന്തോഷായി. എന്തിന്? അത് അളിയ അറിയണ്ട.
ഷർട്ട് കൊള്ളാം എന്താണ് ചട്ടുകൊള്ള. എന്തായാലും അളിയനുള്ളിലും സംസാരിച്ച് നിൽക്ക്, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. ഓക്കെ, നീ എവിടെ പോണു? ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോണു. ഇനിയിപ്പോ പിണക്ക് ഞാൻ എങ്ങനെ മാറ്റുമോ എന്തോ. നിനക്ക് എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. അല്ലെങ്കിൽ പ്രേമം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് ശരിയല്ല. ആ അതെ, അത് നീ നിന്റെ അനിയനോട് പറഞ്ഞു കൊടുക്ക്. എന്റെ അടുത്ത് മാത്രല്ല, എല്ലാരോടും കൂടെ പറഞ്ഞു കൊടുക്കണം. என்ன லட்சு, ரொமான்ஸ் வந்து எப்பவுமே சூப்பர் தானேப்பா. തേങ്ങ. എന്തല്ലേ ചേച്ചി, സാഡ് ആണോ? എന്തായാലും നിന്റെ അത്രയില്ല. ലച്ചുന് എന്തു പറ്റിയതാടാ? അളിയല്ലേ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല അമ്മൂമ്മ? അതിന് അവിടെ പിറന്നാളൊന്നും അല്ലല്ലോ ഇന്ന്. പിറന്നാളല്ല, പക്ഷെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. വാലന്റൈൻസ് ഡേ ആയിട്ട് ലച്ചു സിദ്ധുവിന് ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ സിദ്ധു വാലന്റൈൻസ് ഡേ ആണെന്ന കാര്യം മറന്നുപോയി. എന്തൊക്കെയായിരുന്നു ഷോ എന്നൊക്കെ പറഞ്ഞ അങ്ങ് ടോപ്പ്. നിന്നെ മെറിലും തേച്ചില്ലേ? വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക്, അവള് വേറെ ആരെങ്കിലും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുമായിരിക്കും. ചേച്ചി ചുമ്മാ കുത്തുന്ന വർത്താനം പറയല്ലോ കേട്ടോ. ചേട്ടാ, വാലന്റൈൻ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തരണേ. അവളുടെ വാലന്റൈൻസ് ഡേ ആദ്യം മര്യാദയ്ക്ക് പറയാൻ പറ്റിയിടി. എന്നിട്ട് വാലന്റൈൻ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഇപ്പൊ എന്തിനാ ആഘോഷിക്കുന്നേ? അതൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ ചുമ്മാ അമ്മ അങ്ങനെ അങ്ങ് കൊച്ചാക്കല്ലേ ഗൗരി. ഞാനും പ്രേമിച്ചിട്ടൊക്കെ ഉണ്ട്. അത് അപ്പൂപ്പന് അറിയായിരുന്നു. അപ്പൂപ്പനെ പ്രേമിച്ച കാര്യമാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്കറിയാം, പെണ്ണ് കാണാൻ വന്നപ്പോ ആപ്പിൾ പോലെ ഇരിക്കുന്ന പയ്യനല്ലേ? മോൻ എന്താ ലച്ചുവിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാഞ്ഞ്? അത് ഞാനൊരു നമ്പർ ഇറക്കിയതല്ലേ. നമ്പർ ഇറക്കിയതുകൊണ്ട് എന്താ ലച്ചൂസിന്റെ അടുത്ത് പിണങ്ങി എങ്കിൽ പിന്നെ ആ സത്യം അങ്ങ് പറയാല്ലേ. നിന്റെ നമ്പറേ നീ നിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചാ മതി. ലച്ചു ഭയങ്കര പണക്കത്തിലാണല്ലോ. ഓ, പിണക്കത്തിലാണല്ലേ. അങ്ങനെയാണെങ്കിലേ കനകാന്റി, ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ഡിന്നർ വേണ്ട കേട്ടോ. ഏയ്, നമ്മളല്ല, ഞാനും എന്റെ ലച്ചൂസ് മാത്രം. സിദ്ധേ, എന്താണ് പരിപാടി? ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നല്ലൊരു ഹോട്ടലിൽ ഞാൻ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ റിസർവ് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി. ലച്ചു, ലച്ചു, നീ എന്തൊന്നും മിണ്ടാത്ത? ചേച്ചി വേറൊരുത്തം വിട്. കണ്ടാ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു സിദ്ധു ഇത് മറക്കൂലെന്ന്. കണ്ടടാ കാൻഡിൽ ലൈറ്റ് ഡിന്നർ. സിദ്ധു follow me. അളയാ ഉള്ളത് തന്നെ ആണോ? ഇപ്പൊ ബുക്ക് ചെയ്താണ് അല്ലേ? അല്ല, ഞാൻ നേരത്തെ റിസർവ് ചെയ്തായിരുന്നു. ആ, ചെല്ലട്ടെ. എനിക്ക് എന്നാണോ ഡിന്നറിന് പോകാനൊക്കെ യോഗം കിട്ടും. എന്താ നീ ക്യാരറ്റ് കരണ്ട് തിന്നടി തിന്നെ. ഹായ് ശിവു, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒരു സെക്കൻഡ്. താങ്ക്സ് റാ. നോക്കി കണ്ട് വീട്ടിൽ പോണേ. താങ്ക് യു. ആ പോട്ടെ, വീട്ടിലോട്ട് പതുക്കെ പോട്ടെ. പോട്ടെ.
ഹലോ, അംഗനവാടി പോണ വഴിക്ക് പിടിച്ചതാ. എങ്ങനെയുണ്ട്? വല്ലതും പറയും കേട്ടോ. അപ്പം ഹാപ്പി വാലന്റൈൻസ് ഡേ. ഏട്ടാ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ വല്ലയിടത്തും കാണുമെന്ന്. അപ്പൊ എന്നെ നോക്കി ഇറങ്ങിയതാണോ? അതിനർത്ഥം അതല്ല. അല്ലേ? അല്ല, എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? എന്തിന്? ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ കാത്തിരിക്കും. കാത്തിരുന്ന് വേര് മുളയ്ക്കും, അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ കാത്തിരിക്കും. ആടോ? അതെ, ഒരു കാര്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താണ്? അതൊക്കെ ഉണ്ട്. കുറച്ച് പഴയ പരിപാടിയാ. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ. മേടിക്ക്. പ്രിയപ്പെട്ട ശിവുവിന് അതെ, ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരി. അതെ. സിനിമ പാട്ടാ? അത് കവിതയാണ്, സിനിമ പാട്ടല്ല. ഇനിയുണ്ട്. ദൂരെ കിഴക്കുതിച്ച് മാണിക്ക ചെമ്പഴുക്ക. അതെ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. മാങ്ങാ തൊലി. അയ്യോ, അതിനെ കളഞ്ഞ. ആ ചുരുണ്ടുകൂടി പോയി കിടക്കണം എന്താന്നറിയാമോ? എന്റെ ഹൃദയമാണ്. അത് ചുരുണ്ടുകൂടി പോയിട്ട് പാറമടയിൽ മുങ്ങി താഴിട്ട് എനിക്കൊരു കുഴപ്പമില്ല. എന്നാലും ഞാൻ കാത്തിരിക്കും. ആ, എന്തായാലും ആ റോസ മേടിച്ചല്ലോ, അത് എനിക്ക് സന്തോഷായി. കൈങ്ങ് കാണിച്ചേ. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? പിന്നെ ഇല്ലേ, കൈങ്ങ് കാണിക്കേ. കൈ വെച്ചാ മതി കേട്ടോ. എന്നാലും ഞാൻ കാത്തിരിക്കും. പക്ഷെ മിഠായി ഏറ്റെടുത്തല്ല, തിരിച്ചു തരുന്നില്ലേ? ഇല്ല, അത് ഞാൻ കഴിച്ചോളാം. ആണോ? ആ, കുഴപ്പമില്ല. എന്നാലും ഞാൻ കാത്തിരിക്കാം. ഇത് വലിയ കഷ്ടമാണല്ലോ ഇത്. ഞാൻ ഇവിടെ കാത്തിരിക്കാം അങ്ങോട്ട്. പോണോ? തല്ലും ഞാൻ കേട്ടല്ലോ. അല്ലല്ലേ? എന്നാലും കാത്തിരിക്കാം. ശിവ, ബാക്കി പറഞ്ഞ കല്ലെടുത്ത് മണ്ണെടുത്ത് കളിക്കും ഞാൻ. വേണ്ട, ഞാൻ വീട്ടിൽ പോക്കോളാം. ഈ ഐഡിയ വേണ്ടായിരുന്നു, ഇതിൽ മാറ്റി പിടിക്കായിരുന്നു. ചുവന്ന റോസയും ചുവന്ന ഷർട്ടും. എന്നാലും പാളി.